നമ്മളിന്ന് വന്നിരിക്കുന്നത് കാക്കനാടുള്ള ടെക്നോപ്രോ ഡിജിറ്റൽ AV സൊല്യൂഷൻസ് എന്ന സ്ഥാപനത്തിലാണ്. ഇവർ വളരെ ലീഡിംഗ് ആയിട്ടുള്ള LED ഡിസ്പ്ലേയുടെ സെയിൽസും സർവീസും ഇൻസ്റ്റലേഷൻസൊക്കെ നൽകുന്നൊരു സ്ഥാപനമാണ്. ഇതിൻ്റെ ഓപ്പറേഷൻ ഡയറക്ടർ മിസ്റ്റർ അനിൽ ജോർജ് മാത്യൂസിനെ നമുക്കിന്ന് പരിചയപ്പെടാം. ഈ ടെക്നോളജിയും ഇതെങ്ങനെയാണ് ഇവരിതൊക്കെ നടത്തിക്കൊണ്ടുപോകുന്നതെന്ന് അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. മുഖങ്ങൾക്കപ്പുറം അടുത്തൊരു സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനിൽ, വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് സർ. അനിൽ എവിടെയാണ് സ്വദേശം? എന്റെ സ്വദേശം മാവേലിക്കരയാണ്. ആലപ്പുഴ ജില്ല മാവേലിക്കര. ഓക്കെ. എങ്ങനെയാണ് അനിൽ ഈ ഒരു ബിസിനസ്സിലേക്ക്, ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്? ആക്ച്വലി ഞാനൊരു 21 വർഷമായിട്ട് ദുബായിലായിരുന്നു, UAE. അവിടെ 20 വർഷം ദുബായിൽ വർക്ക് ചെയ്തു. ദുബായിൽ വർക്ക് ചെയ്തു. അവിടെ അത്ര എക്സ്പീരിയൻസ് കണ്ടെന്ന് തോന്നുന്നില്ല. താങ്ക് യു വെരി മച്ച്. അപ്പൊ പഠിച്ചതൊക്കെ മാവേലിക്കരയായിരുന്നു? അതെ, പഠിച്ചതെല്ലാം മാവേലിക്കരയാണ്. സ്കൂളും കോളേജും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഏതൊരു മലയാളി അന്നത്തെ കാലത്ത് ചെയ്യുന്നത് പോലെ പുറത്തേക്ക് മലനാരണ്യത്തിലേക്ക് സ്വപ്നങ്ങൾ തേടിയിട്ടുണ്ട്. സ്വർണ്ണം തുറക്കാനായിട്ട് ഒരു യാത്രയായിരുന്നു. അപ്പൊ അതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അവിടെ ടെക്നോപ്രോ എന്ന് പറഞ്ഞൊരു കമ്പനി തന്നെ ആയിരുന്നു. ആ കമ്പനിയുടെ ആദ്യത്തെ എംപ്ലോയി ആയിരുന്നു ഞാൻ 2002. അത് അന്ന് ആ കമ്പനി ഓഡിയോ വിഷ്വൽ രംഗത്തെ ഒരു വലിയ അതിഭീമന്മാരായി മാറി പിൽക്കാലത്ത്. ഞാൻ അവിടുത്തെ ആദ്യത്തെ എംപ്ലോയി ആയിരുന്നു. അവിടെ നിന്നായിരുന്നു എന്റെ ഒരു തുടക്കം, കരിയറിന്റെ തുടക്കം. അപ്പൊ അതിനുശേഷം ഇപ്പൊ 22 വർഷം കഴിഞ്ഞിട്ടാണ് കേരളത്തിലേക്ക് വരുന്നത്. അതെ, അതിനൊരു മാറ്റി ചിന്ത ഉണ്ടായത് കോവിഡ് കാലത്തെ നന്മകൾ എന്ന് ഞാൻ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ, കോവിഡ് കാലത്ത് ഒരു നന്മയായിരുന്നു എനിക്ക് നാട്ടിലേക്ക് വരാൻ ഒരു വഴി. ആ സമയത്ത് വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അത് വന്നതിന് ശേഷം എന്ത് എന്നാണ് പലപ്പോഴും വന്നതിന് ശേഷമാണ് ചിന്തിക്കുന്നത്. വന്നതിന് ശേഷം എന്താണ് ചിന്തിക്കുന്നത്. അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. ഇപ്പൊ നമ്മള് എന്തൊക്കെയാണ് ടെക്നോപ്രോയിൽ കൊടുക്കുന്ന സർവീസസ് ഒക്കെ? ഞങ്ങൾ ടെക്നോപ്രോയില് LED സ്ക്രീനിന്റെ സെയിൽസ് ആൻഡ് സർവീസ് ആണ്. അപ്പം ഇന്ന് ഈ ട്രഡീഷണൽ അഡ്വർടൈസ്മെന്റ് ആ ഒരു തീം മാറി. പണ്ട് ഞാൻ ഇതിനിടയ്ക്ക് പറയായിരുന്നു, പണ്ട് നമ്മൾ ഈവന്റ്സിലൊക്കെ പോകും, അല്ലെങ്കിൽ മാരേജ്, അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് സമ്മിറ്റ്സ്, ഇങ്ങനെയൊക്കെ പോകും. അപ്പൊ അന്നൊക്കെ പോകുമ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, ആദ്യ കാലങ്ങളിൽ നമ്മുടെ ഒരു ഫ്ലെക്സ് കെട്ടി വയ്ക്കും സ്റ്റേജിന്റെ ബാക്കിൽ, എന്താ പരിപാടി എന്ന് കാണിച്ചിട്ട്. പിന്നെ ഒരു പവർ പോയിന്റ് പ്രസന്റേഷന് വേണ്ടിയിട്ട് ഒരു പ്രൊജക്ടർ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു സ്ക്രീനൊക്കെ വെച്ച് ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ആയിരുന്നു. ഇന്ന കാലം മാറി. ഇന്ന് ആ സ്റ്റേജ് മൊത്തത്തിൽ ഒരു ഭീമാകാരമായിട്ടുള്ള ഒരു LED പാനൽ മൊത്തം നിൽക്കുകയാണ്. അപ്പൊ മൊത്തം ഒരു വർണ്ണശബളമായി, എവിടെ നോക്കിയാലും ഭയങ്കര ലൈവായി. കാരണം അവിടുത്തെ ഓരോ പ്രോഗ്രാമിന്റെ മൊമെന്റ്സുകൾ, പഴയ കാര്യങ്ങൾ, ഇതൊക്കെ കാണിക്കുമ്പോഴേക്കും ഈ കാണുന്ന ആൾക്കാരുടെ ഒരു ലെവല് വേറെ മാറാണ് ആക്ച്വലി. തീർച്ചയായും. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഉറക്കം തൂങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ ഇത് കാണുമ്പോൾ തന്നെ ആ ഒരു സൗണ്ടും വൈബ്രൻസും കാണുമ്പോൾ തന്നെ നമ്മൾ അങ്ങോട്ട് ആക്റ്റീവ് ആവാണ്. എന്ത് മാറ്റം വന്നേക്കണത് അല്ലേ? ഭയങ്കര മാറ്റം ഉണ്ടായി. കാരണം ഇന്ന് കളർ ആയി ജീവിതം തന്നെ. ഇന്ന് പുതിയ കുട്ടികളൊക്കെ വെളിയിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. അതേ ബെനിഫിറ്റ്സ് പല കാര്യങ്ങളും നമുക്ക് കൊച്ചിയിൽ തന്നെ ഇവിടെ കിട്ടി തുടങ്ങി. അപ്പൊ അവിടെയാണ് LED സ്ക്രീനിന്റെ ഒരു സാധ്യത ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പം ഇന്ന് ഈ പറഞ്ഞ സാരിച്ചിന് മുമ്പ് പറഞ്ഞത് ഒരു പഴയ ഫ്ലെക്സിൽ നിന്ന് മാറ്റമാണ്. ഇപ്പൊ ഫ്ലെക്സ് വെക്കുന്നതിനൊക്കെ ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. അവിടെയാണ് ഈ ഒരു LED സ്ക്രീനിന്റെ സാധ്യത വരുന്നത്. മൊബൈലിൽ നിന്ന് തന്നെ പരസ്യങ്ങളിൽ നിന്ന് പരസ്യങ്ങളിലേക്ക് മാറാൻ സാധിക്കുന്നു. ആ ബ്രൈറ്റ്നെസ്സില്, ആ ഒരു വിസിബിലിറ്റിയില്, ആ ഒരു കാണുന്ന ക്ലയൻസിലേക്ക് ഇത് എത്താൻ തുടങ്ങുന്നു. ഒരു കാറൊക്കെ ഇങ്ങനെ വരുന്ന ഒരു ഇത് മോഷൻ, ആ ഒരു ഭംഗിയാണ് ഭയങ്കര. അത് ജനങ്ങളിലേക്ക് എത്തുന്നു. അവിടെ ജനങ്ങൾ ഇത് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഒരു സാധ്യത വർദ്ധിച്ചത്. അവിടെയാണ് ടെക്നോപ്രോയുടെ പ്രസക്തി. അല്ല, ഞാൻ പലപ്പോഴും ചിന്തിച്ചില്ല. ഞാനിപ്പോ ഒത്തിരി വിദേശ രാജ്യങ്ങളിലൊക്കെ പണ്ടൊക്കെ പുറത്തു പോകുമ്പോൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇത് റോഡ് മുഴുവൻ LED സ്ക്രീൻസ് ആണ്. പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് വരാനുള്ള അഡാപ്ഷൻ ഭയങ്കര ടൈം എടുത്തു. അത് ഇപ്പോഴും അങ്ങോട്ട് ആയി വരുന്നുള്ളൂ അല്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മുടെ ഇവിടെയുള്ള ആളുകളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ എടുക്കുന്ന ഒരു കാലതാമസം. നമ്മള് പലപ്പോഴും മറ്റുള്ളവർ വെച്ചിട്ട് ഞാൻ വെക്കാം, എങ്ങനെ നോക്കിയിട്ട് വെക്കുക എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. അത് ഇപ്പൊ പുതിയൊരു ജനറേഷനിൽ അത് മാറി തുടങ്ങിയിട്ടുണ്ട്. പുതിയ പ്ലേയേഴ്സ്, ഒരു സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ ഒക്കെ ബിസിനസ്സിലേക്ക് എത്തുന്നതോടുകൂടി ഇന്ന് സാറ് നോക്കിയാൽ തന്നെ കൊച്ചിയിൽ തന്നെ എനിക്ക് തോന്നുന്നു 100 മുതൽ 150ഓളം സ്ക്രീനുകളായി പോയി. അഡ്വർടൈസ്മെന്റിൽ നമ്മൾ തന്നെ ഏതാണ്ട് 3, 5, 6ഓളം സ്ക്രീനുകൾ അഡ്വർടൈസ്മെന്റ് നമ്മൾ ചെയ്തു. ഓക്കെ. അപ്പൊ നമ്മളിത് ശരിക്കും ഇൻഡോറും ചെയ്യും, ഔട്ട്ഡോറും ചെയ്യും. അതെ, ഇൻഡോറും ഔട്ട്ഡോറും രണ്ട് ടൈപ്പ് അല്ലേ? എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ വരുന്നത്? സാർ, ഇൻഡോറും ഔട്ട്ഡോറും 2 തരത്തിലാണ്. ഒന്ന് ഇൻഡോർ അകത്തുള്ള
കാര്യങ്ങൾ അകത്തു വരുന്ന ഒരു കസ്റ്റമർ അവർക്ക് എന്താണോ നമ്മുടെ കമ്പനി കൊടുക്കുന്ന ഇത് കൃത്യമായിട്ട് ഈസി ആയിട്ട് ഔട്ട്ഡോറിലേക്ക് എത്താൻ പറ്റും. ഔട്ട്ഡോർ ആണെങ്കിൽ ഇപ്പൊ ഇത് ഒരു വെതർ പ്രൊട്ടക്ഷൻ ആണ്. സൺലൈറ്റിന് പ്രശ്നമില്ല, മഴയ്ക്കൊരു പ്രശ്നമില്ല, ഇതുപോലെ തന്നെ ഒരു കാറ്റോ കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമില്ല. അത് IP റേറ്റിംഗ് 65 ഉള്ള LED സ്ക്രീൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. IP 55 to 65 ഐഡിയലി നമ്മൾ പറയുകയാണെങ്കിൽ 65 ഉള്ള LED സ്ക്രീൻ ഇറ്റ് വിൽ ബി മച്ച് ബെറ്റർ. ഓക്കെ, അങ്ങനെയാണ് അതിന്റെ കാര്യം. അതാണ് നമുക്ക് എന്നാ മറ്റേ അതിന്റെ ആ ഒരു അതുപോലെ പലതരം ഡിസ്പ്ലേസ് ഇല്ലേ ഉണ്ട്. അതായത് ഞാൻ കേട്ടിട്ടുള്ളൂ, എനിക്ക് കൂടുതൽ അറിയില്ല. P4 P6 എന്നൊക്കെ പറഞ്ഞു, അതിനെ കുറിച്ചൊക്കെ കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഡെഫിനറ്റ്ലി. അങ്ങനെ പലതരം LED ഡിസ്പ്ലേ ഉണ്ടാവുമല്ലോ, എക്സ്പെഷ്യലി ഔട്ട്ഡോറിന് വേറെ ആയിരിക്കും, ഇൻഡോറിന് വേറെ ആയിരിക്കും. അതുപോലെ എത്ര തരത്തിലുള്ള ഡിസ്പ്ലേകളും ഉണ്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്? സാറേ, ഇൻഡോർ സ്ക്രീനും ഔട്ട്ഡോർ സ്ക്രീനും എൻ്റർലി ഡിഫറെന്റ് ആണ്. ഇതൊരു ഔട്ട്ഡോർ സ്ക്രീൻ ആണ്. ഓക്കെ, സാറ് കേട്ടിട്ടുണ്ടാവും പിക്സൽ എന്താ? പിക്സൽ P4 ഔട്ട്ഡോർ ആണ്. P4 ഇതാണ് P4 എന്ന് പറയുന്നത്. ഇതാണ് P4 എന്ന് പറയുന്നത്. ഇത് P6 ആണ്. ഇത് തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഈ രണ്ട് LED തമ്മിലുള്ള ഗ്യാപ്പുകളാണ്. ഇത് 6mm ആണ്, P6 ഔട്ട്ഡോർ എന്ന് പറയുന്നു. ഇത് 4mm ആണ്. അപ്പൊ ഡെഫിനറ്റ്ലി P4 will have better resolution. എക്സാക്ട്ലി. അതൊരു 4 നമ്മൾ പറയുന്നത് ഒരു 4 മീറ്റർ തൊട്ട് P4 വിൽ ബി മോർ ഗുഡ് ഫോർ ദ ഡിസ്റ്റൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഡിസ്റ്റൻസ് ആണ് ഇതിന്റെ 4 മീറ്ററിൽ നിന്ന് കഴിഞ്ഞാൽ P4 will be ഐഡിയൽ. അപ്പൊ മറ്റേതാണെങ്കിൽ 6 മീറ്റർ തൊട്ട് 6 വിൽ ബി ഐഡിയൽ. അപ്പൊ ഡെഫിനറ്റ്ലി P4 LED ആയിരിക്കും കുറച്ചും കൂടി എക്സ്പെൻസീവ് ദാൻ P6. എക്സാക്ട്ലി, യു ആർ തന്നെ വരും. ഇത് ഇൻഡോർ സ്ക്രീൻ ആണ്. ഇത് 1.86 ഇൻഡോർ സ്ക്രീൻ ആണ്. 1.86. ഇത് കഫേകൾ, അതുപോലെ ഈ പുതിയ ഹോസ്പിറ്റലിന്റെ അകത്ത് വെക്കുന്നത്, മാളിനകത്ത് വെക്കുന്നതൊക്കെ ശരിക്കും എനിക്ക് തോന്നുന്നു എവിടെയോ ട്രാഫിക് ഉണ്ടോ, മീൻസ് കസ്റ്റമർ വാക്കിൻസ് ഉണ്ടെങ്കിൽ അവിടേക്ക് ഇത് വളരെ എഫക്റ്റീവ് ആണ്. വളരെ എഫക്റ്റീവ് ആണ്. കാരണം അവർക്കൊരു ഫ്ലെക്സ് മാറ്റുന്നതിലും നല്ലത് ഇത് മൊബൈൽ ത്രൂ ഇമ്മീഡിയറ്റ്ലി പുതിയ പരസ്യങ്ങൾ വരുന്നു. ആ കടകളുടെ ഫ്രണ്ടിൽ ഒരു ടെക്സ്റ്റൈൽസ്, ആ ടെക്സ്റ്റൈൽസിൽ ഒരു പുതിയതായി ഇന്നൊരു ഓഫർ ഇടണമെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി വിതിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് യു ക്യാൻ എയർ ഇറ്റ് വാട്ട് ഇൻ ദ അവരുടെ മനസ്സിൽ എന്താണുള്ളത്. ചിലപ്പോൾ പുതിയൊരു പ്രൊഡക്റ്റ് വന്നു അവർക്ക് കാണിക്കാൻ എളുപ്പമാണ്, വളരെ എളുപ്പമാണുള്ള സാധനങ്ങൾ. തീർച്ചയായിട്ടും, ഡെഫിനറ്റ്ലി. സാർ, അതുപോലെ തന്നെ നമ്മൾ സാധിച്ചിന് മുമ്പ് പറഞ്ഞ കല്യാണത്തിനും ഹോട്ടലുകളിലും ഒക്കെ ഉള്ള വലിയ സ്ക്രീനുകൾ, ഇതാണ് ആ സ്ക്രീൻ. ഇത് റെന്റൽ ക്യാബിനറ്റ്സ് ആണ്. ഇതുപോലുള്ള പല ക്യാബിനറ്റ്സുകള് ചേർത്തിട്ടാണ് ഒരു വലിയ സ്ക്രീനിലേക്ക് പോകുന്നത്. ഇത് 500x500 P3.91 ഇൻഡോർ സ്ക്രീൻ ആണ്, റെന്റൽ ക്യാബിനറ്റ് ആണ്. ഇതാണ് നമ്മുടെ സ്റ്റേജിന് ബാക്കിലിട്ടായിട്ട് ഫുൾ. എക്സാക്ട്ലി, ഇതാണ്. അല്ല, നമ്മുടെ ഈ സ്ക്രീനിലേക്ക് നമുക്ക് എന്തൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും? ലാപ്ടോപ്സിനോ എങ്ങനെയാണ് അതിന്റെ ഡിസ്പ്ലേ കണക്ഷൻ? സാറേ, ഇത് ഒരു ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് വരുന്നത് മൈക്രോ LED ആണ്. അതായത് മൈക്രോസ്കോപ്പിക് ആ ഒരു ലെവലിലേക്ക് LED മാറി ട്രാൻസ്പെറന്റിലേക്ക് എത്തി. അതായത് നമ്മുടെ ഒരു ട്രാൻസ്പെറന്റ് സ്ക്രീൻ, കാരണം അപ്പുറത്തുള്ളത് മാത്രം കാണുന്ന തരത്തിലേക്ക് ഇറ്റ് ലുക്സ് ലൈക്ക് എ ഗ്ലാസ്. എന്നാൽ ഒരു വീഡിയോ വരുന്ന തരത്തിലേക്ക് നമ്മുടെ ഇതാണ് ഇരിക്കണം തോന്നൂല. ഒരു മിറർ പോലെ. അപ്പൊ അതുപോലെ തന്നെ ഫ്ലോർ LED സ്ക്രീൻ, അതായത് നമുക്ക് നിലത്ത് വിരിച്ചിട്ട് പോവാം. അതെ, നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബാറിൽ, ഒരു പുതിയ ബാറിൽ നമ്മൾ കൊടുത്തു. അപ്പം ബാറിൽ നിന്ന് കള്ളു കുടിക്കാൻ പോകുമ്പം അതിനൊരു രസമുണ്ടല്ലോ. അപ്പൊ അവിടെ ഒരു കടല് വേണമെന്നുണ്ടെങ്കിൽ പുഴ പോകണമെങ്കിൽ മീനുകളെ ചൂണ്ടിട്ട് പിടിക്കാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. ആ ഒരു ഇത് നമുക്ക് ഫീൽ കൊടുക്കാൻ പറ്റും. അപ്പം ഇതിന്റെ കണക്ടിവിറ്റി നമുക്ക് മൊബൈൽ ത്രൂ, ലാപ്ടോപ്പ് ത്രൂ, ഈവൻ ക്ലൗഡ് വഴി ഇപ്പം ഒരു 5-6 സ്ക്രീനുകൾ ഒരേ തരത്തില് ഒരു സെന്റർ പോയിന്റ് വഴി ക്ലൗഡ് ത്രൂ നമുക്ക് ചെയ്യാൻ സാധിക്കും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ശരി, അപ്പൊ വളരെ വാസ്റ്റ് ആയിട്ടുള്ള സംഭവം വരുന്നുണ്ട്. ഡെഫിനറ്റ്ലി. എന്തായിരിക്കും ഇനിയിപ്പോ അടുത്തൊരു ടെക്നോളജിയിലേക്ക് വരുന്നത്? ഇതിൽ നിന്ന് തന്നെ ഇനി അതൊരു ഫ്രീക്വന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഇമ്മീഡിയറ്റ്ലി വരാനുണ്ടോ എന്തെങ്കിലും? അതുപോലെ തന്നെ എങ്ങനെ അനിൽ ഇപ്പൊ ഈ ഒരു പുതിയ വരുന്ന ടെക്നോളജി ഇത്ര അപ്ഡേറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ ചെയ്യുന്ന ബ്രാൻഡ് AET എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. AET നമ്മളത് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം, AET ദേ ഹാവ് ഓഫീസ് ഇൻ ഇന്ത്യ. അപ്പം അവര് ഇടക്കിടക്ക് എവറി മന്ത്സ് നമുക്കൊരു ട്രെയിനിങ് ഉണ്ടാവും. പുതിയ ടെക്നോളജി നമ്മളുടെ സെയിൽസ് ടീമുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. സൂം കോൾ വഴി നമ്മുടെ സെയിൽസ് ടീമിന് നമ്മളത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു. അപ്പം ആ ഒരു കറണ്ട് എന്താണോ മാർക്കറ്റ് ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്രിപ്പയർഡ് ആണ്.
സാറിന് അറിയാവുന്ന പോലെ ഇലക്ട്രോണിക്സ് മാർക്കറ്റ് കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പഴയ കമ്പ്യൂട്ടറിൽ നിന്നൊക്കെ എന്തുമാത്രം മാറി പോർട്ടബിൾ കമ്പ്യൂട്ടറിലേക്കും മൊബൈലിൽ ഇട്ട് നടക്കാൻ പോക്കറ്റിൽ ഇടാൻ പറ്റുന്ന തരത്തിലേക്കൊക്കെ നമ്മുടെ സിസ്റ്റം മാറിക്കൊണ്ടിരിക്കുക. മൊബൈൽ തന്നെ പഴയ നോക്കിയ 3310 സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ പുതിയ മൊബൈലിലേക്കൊക്കെ നമ്മൾ ഓരോരുത്തരും എത്തിപ്പോയി. ആ ഒരു ടെക്നോളജി ഇതിലും വന്നു. അത്രയും ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇത് മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിലേക്ക് ഇപ്പോഴും ഭയങ്കര സാധ്യതയുണ്ടല്ലോ അല്ലേ ഇപ്പോഴും അങ്ങോട്ട്? കേരളത്തിൽ വലിയ സാധ്യതയാണ്. കേരളം എപ്പോഴും വെയിറ്റിംഗ് ആണ്. എന്തിനും അവസാനത്തിലേക്കാണ് നമ്മൾ കേരളം എത്തുന്നത്. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് നമുക്ക് ചെയ്യാന്നുള്ള ലെവലിലാണ്. കറണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇലക്ട്രിസിറ്റി ബോർഡിലല്ല വിളിക്കുന്നത്. നമ്മളെപ്പോഴും അയൽവക്കക്കാരന്റെ വീട്ടിൽ കറണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം അന്വേഷിക്കുള്ളൂ. അവന്റെ വീട്ടിലില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, അവന്റെ വീട്ടിലുണ്ട് പക്ഷെ എനിക്കില്ലെങ്കിലാണ് പ്രശ്നം വരുന്നത്. അത് ശരി. മറ്റുള്ളവർ നോക്കി ചെയ്ത് അവർക്ക് എങ്ങനെയാണ് സക്സസ് ആണോ എന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്യാമെന്നുള്ള രീതിയിലുള്ള ഒരു വെയിറ്റിംഗ് ആയിരിക്കണം. പക്ഷെ നല്ല ഒത്തിരി മാറ്റമുണ്ട് ഒത്തിരി. അത് കാരണം നമ്മൾ സാധാരണ കാണുന്ന ഒരു ഡിസ്പ്ലേ അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ഹോർഡിങ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഒരു ഒറ്റ മോഷൻ ചലനമില്ലല്ലോ. അപ്പൊ അതിൽ നിന്ന് മാറി ഇതിലേക്ക് നോക്കുമ്പോൾ ആൾക്കാർ കണ്ണെടുക്കില്ല. തീർച്ചയായും ആ രീതിയിൽ ആൾക്കാർ അതിലേക്ക് മാറ്റം വരുന്നത്. അത് പക്ഷെ വലിയൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട് ഇതിന് ഇങ്ങനെയുള്ള ലെവലിലേക്ക്. പിന്നെ ഇതിപ്പോ നമുക്കൊരു ഇൻസ്റ്റലേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പവറിന്റെ ഒക്കെ ഭയങ്കര എങ്ങനെയായിരിക്കും? ഭയങ്കര എക്സ്പെൻസീവ്. ഇതിൽ എനർജി എഫിഷ്യന്റ് ആണോ സാർ? ഇത് LED ഇന്നുള്ള ലൈറ്റിംഗ് സർഫസുകളിൽ ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി ഉള്ളത് LED ബൾബ്സിനാണ്. വളരെ എനർജി സേവിങ്സ് ആണ്. അതുപോലെ തന്നെ BIS സർട്ടിഫൈഡ് ആണ്. നമ്മുടെ ഇപ്പോഴത്തെ ഈ വികരണങ്ങൾ ഒക്കെ ഉള്ളതിനൊക്കെ BIS സർട്ടിഫൈഡ് ആണ്. മറ്റേ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് ചൂട് കുറയ്ക്കാനായി. ചൂട് കുറയ്ക്കാൻ എക്സ്പെഷ്യലി ഔട്ട്ഡോറിലാണ് അത് കൂടുതൽ വരുന്നത് അല്ലേ? തീർച്ചയായും ഇൻഡോറിൽ ആ ഒരു അത്രയും വരുന്നില്ല. ഓക്കെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നോക്കുമ്പോൾ നമുക്കിപ്പോ ഇലക്ട്രിസിറ്റിയുടെ ചാർജസും മറ്റൊന്നും ഭയങ്കര വലിയ കമ്പാരിറ്റീവ്ലി കുറവാണ് അല്ലേ? അതൊരു കമേഴ്സ്യൽ കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ തീർച്ചയായിട്ടും. പക്ഷേ ട്രഡീഷണൽ പഴയ ഇതിൽ നിന്ന് ഡിസഡ്വാൻറ്റേജ് സാറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് ഫ്ലെക്സ് കിട്ടുന്നതിന് ലൈറ്റ് മാത്രം മതി, അവിടെ ഒരു ഇലക്ട്രിക് ഒരു വലിയൊരു കൺസപ്ഷൻ വരുന്നില്ല. അതിനെ അപേക്ഷിച്ച് ഇതിന് കമ്പാരിറ്റീവ്ലി ഇലക്ട്രിസിറ്റി കൂടുതലാണ് ആ ഒരു ട്രഡീഷണൽ വേയില്. പക്ഷേ ഈ ഫ്ലെക്സ് എവരി 1 മാസവും 3 മാസവും ഒരിക്കൽ മാറ്റി കെട്ടേണ്ടി വരുന്നു. ഇതല്ല, അടുത്ത ഇതിന്റെ ലൈഫ് എന്ന് പറയുന്നത് 1,00,000 മണിക്കൂറാണ്. 1,00,000 മണിക്കൂറാണ് ഇതിന്റെ ലൈഫ് സ്പാൻ. 1,00,000 മണിക്കൂറാണ്. അതെ. അപ്പം അത് നമുക്ക് മൊബൈൽ ത്രൂ ഏത് പരസ്യം എപ്പോഴും വേണമെങ്കിലും മാറാൻ പറ്റുന്ന ഒരു അപ്ഡേഷൻ ഇതിനകത്തുണ്ട്. അത് ഭയങ്കര സാധ്യതയാണ്. കാരണം മറ്റതിപ്പോ തന്നെ നമ്മൾ ഈ പലപ്പോഴും നമ്മൾ എന്താ പറയാ ലൈറ്റ് ഇട്ടിട്ടുള്ള ബോർഡുകൾ വെക്കാറുണ്ട്. ലൈറ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡിന്റെ കണ്ടന്റ് മാറണമെങ്കിൽ വലിയൊരു പ്രശ്നമാണ്. അതെ, ഇതാണ് അങ്ങനെയല്ല. സെക്കൻഡ് വെച്ച് നമുക്ക് പുതിയ കണ്ടന്റിലേക്ക് മാറാൻ പറ്റും. സാറേ, ജനം മാറി ചിന്തിക്കുന്നു. കാണുന്നത് മാത്രമേ വിശ്വസിക്കാവൂ. അത് ഞങ്ങളുടെ ടാഗ് ലൈൻ അതാണ്, സീയിങ് ഈസ് ബിലീവിങ്. അപ്പം കണ്ടുകൊണ്ടിരിക്കുക. അപ്പം അത് ഇതുപോലെയുള്ള ഒരു മീഡിയം ഉപയോഗിക്കപ്പെടുമ്പോൾ ആ കസ്റ്റമറിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുക. ഉറപ്പായിട്ടും ഓപ്പർച്യൂണിറ്റീസ് നന്നായിട്ട് അവർക്ക് കിട്ടും. അവരൊരു പുതിയൊരു സാരി വന്നാലോ അല്ലെങ്കിൽ പുതിയൊരു ഡ്രസ്സ് വന്നാലോ പുതിയൊരു മോഡൽ പ്രൊഡക്ട്സുകൾ വന്നാലോ എല്ലാവർക്കും ഒരു വിത്തിൻ സെക്കൻഡ്സ് അവർക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുക. അതും വീഡിയോ മോഡലിൽ. ഇപ്പൊ ഇപ്പോഴും ഇപ്പൊ പണ്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ആൾക്കാർ കൂടുതൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത് സ്റ്റിൽസ് ആയിട്ടായിരുന്നു. അപ്പൊ സ്റ്റില്ല് മാറിയിട്ടെല്ലാം അതുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമൊക്കെ ഇത്രയും പോപ്പുലർ ആവുന്നത്. കാരണം ഭയങ്കര രീതിയിലാണ് മാറ്റങ്ങൾ വരുന്നത് ആക്ച്വലി. പിന്നെ അതുപോലെ നമ്മളിതിന് എത്ര നാളത്തേക്കാണ് നമ്മളിതിന്റെ വാറന്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? സാർ, ഞങ്ങളുടെ ഈ P4 P6 പ്രൊഡക്റ്റ് നമ്മൾ 2 ഇയർ വാറന്റിയാണ്. അതുപോലെ തന്നെ അതിൽ താഴോട്ടുള്ള P3, 2.5, 2, 1.86 ഇതിന് വേറെ ഒരാളും കൊടുക്കാത്ത പോലെ നമ്മൾ 3 വർഷത്തെ വാറന്റി കൊടുക്കുന്നു. പ്ലസ് ക്ലയന്റിന് ആവശ്യമാണെങ്കിൽ നമുക്ക് എക്സ്റ്റൻഡഡ് വാറന്റി നമുക്കത് ചെയ്യാൻ സാധിക്കും. ഇതിപ്പോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് AMCs പോലെയൊക്കെ AMCs നമ്മൾ പുതിയ കസ്റ്റമേഴ്സ് ഒക്കെ നമ്മൾ AMCs ആണ് നമ്മൾ. പിന്നെ നമുക്ക് എത്രത്തോളം നമുക്ക് ഇതിനൊരു ഡൗൺ ടൈം ഒക്കെ ഇപ്പം എനിക്ക് കംപ്ലയിൻസ് ഇപ്പോൾ എല്ലാ പ്രൊഡക്ട്സുകൾക്കും കംപ്ലയിൻറ്റ് വരാം. ഇപ്പോൾ കംപ്ലയിൻറ്റ് വന്നാൽ തന്നെയും മാക്സിമം ഒരു കസ്റ്റമർക്ക് പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ നമ്മൾ ഡൗൺ ടൈം മാക്സിമം കുറച്ച് നിർത്താനായിട്ട് നമുക്ക് എന്താണ് സജ്ജീകരണങ്ങളുള്ളത്? നമുക്ക് സാർ, ഇതിനകത്ത് കംപ്ലയിൻറ്റ് വരാൻ പറ്റുന്ന മേജർ ഘടകങ്ങളൊന്ന് ഈ ബൾബ്സ് പോവുക എന്നുള്ളതാണ്. ഇത് നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഈ മൊഡ്യൂൾ തന്നെ റീപ്ലേസ് ചെയ്യുക. പക്ഷേ ഇതിനകത്ത് കുറച്ച് LEDs പോയി എന്ന് വരച്ചിട്ട് ടോട്ടൽ ഓപ്പറേഷന് പ്രോബ്ലം ഉണ്ടാവുന്നില്ല. ഒരിക്കലും ഉണ്ടാവില്ല. ഈ ഒരു ഭാഗത്ത് ചിലപ്പോൾ കത്തില്ല, ഒരു ലൈറ്റ് കത്തില്ല. പക്ഷെ നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ടെക്നിക്കൽ ടീം പോകുന്നു, ഈ ഒരു മൊഡ്യൂൾ മാറ്റുന്നു, പുതിയ മൊഡ്യൂൾ വെക്കുന്നു. അപ്പൊ അതുകൊണ്ട് വലിയ അങ്ങനെ പ്രോബ്ലം വരുന്നില്ല. 24 ഹവേഴ്സിനുള്ളിൽ നമ്മളത് റെക്ടിഫൈ ചെയ്യുന്നു. ഇതുവരെ നമ്മൾ അതിനകത്ത് വിജയിച്ചിട്ടുണ്ട്. അവർ കസ്റ്റമേഴ്സ് ഹാപ്പിയാണ്.
അല്ല ഇതിലൊരു ഇതാണ് അങ്ങനെ, കാരണം പുതിയ ടെക്നോളജി വരുമ്പോൾ ഞാൻ പണ്ട് തന്നെ ഈ എനിക്ക് തോന്നുന്നത് ഒരു 15 വർഷം മുമ്പാണ് ചൈനയിൽ ക്യാൻഡൻ ഫെയർ ഉണ്ട്. അതായത് എല്ലാ വർഷവും ചൈനയിൽ നടക്കുന്നതാണ്. എല്ലാ സെഗ്മെന്റ്സിൽ നിന്നുള്ള ചൈനയിലെ മാനുഫാക്ചേഴ്സ് ഒക്കെ ചെയ്യുന്ന വലിയൊരു ഫെയറാണ്. അപ്പോൾ ഞാൻ അന്ന് ആ സമയത്തും എനിക്ക് നമ്മൾ എക്സ്പെഷ്യലി സോൾ ഏഷ്യൻ രാജ്യങ്ങളിലായിരുന്നു അന്ന്, ലൈക്ക് സോള് പോലെ ബാങ്കോക്ക് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ, ഈവൻ ടോക്കിയോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഭയങ്കര രീതിയിൽ ഔട്ട്ഡോർ LED വാൾസ് ഇഷ്ടം പോലെ കാണാം. പക്ഷെ അപ്പോൾ അതിൻ്റെ ഒരു അന്നത്തെ ഒരു താല്പര്യം കൊണ്ട് തന്നെ ഞാനിത് പോയി നോക്കിയതാണ്. അന്ന് ഞാൻ പറയാം 15 വർഷം മുമ്പുള്ള കാര്യം ഞാൻ പറഞ്ഞത്. പക്ഷെ അന്ന് എനിക്ക് മേയറായിട്ട് അവിടെ അവരുടെ അടുത്ത് നിന്നുള്ള ഞാൻ പലതും കണ്ടു ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്കൊരു മെയിൻ പ്രശ്നം വന്നത് RMA ആയിരുന്നു. അതായത് നമുക്ക് സർവീസ്, ഇത് ഡൗൺ ആയ സർവീസ് ചെയ്യണത് എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിലാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് അതിൻ്റെ സമയം. നമ്മളിപ്പോഴും നമ്മളിപ്പോഴും പലപ്പോഴും ഒരു 10 വർഷം പിറകിലാണ് പല കാര്യങ്ങളിലും നമ്മൾ യൂറോപ്പിനോ US ഒക്കെ ആയിട്ട് നോക്കുമ്പോൾ അത്. പക്ഷേ ഈ ചൈനയിലൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ സർവീസിൻ്റെ ഒരു പേടിയുള്ളതുകൊണ്ടാണ്. കാര്യം ഇത്രയും വലിയ എമൗണ്ടിൽ ഇൻസ്റ്റലേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതൊരു സാധനം കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നുള്ളതായിരുന്നു എന്നെക്കുറിച്ച് അന്നത്തെ പേടി. അതുകൊണ്ടാണ് ഞാൻ സത്യത്തിൽ അതിൽ നിന്ന് അന്ന് പിന്നെ അതിനെക്കുറിച്ച് മുമ്പോട്ട് നോക്കാതെ മാറിയത്. അന്ന് എനിക്ക് കമ്പ്യൂട്ടർ നല്ല രീതിയിൽ ബിസിനസ് നടത്തുന്നതുകൊണ്ട് ഇതിൽ ആവശ്യമില്ലാതെ തലവെച്ച് ഉള്ള സമാധാനം കളയണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അതിന് കഴിഞ്ഞത്. പക്ഷെ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ പക്ഷേ കാര്യങ്ങൾക്ക് നല്ലൊരു ഇതായിട്ടുണ്ട്. കാരണം വീഡിയോസ്, കാരണം എനിക്ക് തോന്നുന്നു മൊബൈലിൽ ഇത് വന്നേ പിന്നെയാണ് അത്ര ഇത്. കാരണം വീഡിയോസ് ഇത്രയും ആൾക്കാർ കാണാൻ തുടങ്ങിയതിന് ശേഷമാണ് നമുക്ക് ഇങ്ങനെ രീതിയിൽ തന്നെ വീഡിയോസിലേക്ക് തന്നെ പരസ്യങ്ങൾ മാറ്റാം എന്നുള്ളൊരു ചിന്ത വന്നേക്കണം. തീർച്ചയായിട്ടും. അല്ലേ, ഇതിപ്പോ നമ്മൾ നോക്കുമ്പോ എങ്ങനെയത്, കാരണം പല റെസൊല്യൂഷനാണല്ലോ നമ്മൾ ഈ ബോർഡിൽ കാണുന്നത്. അതെ സാർ, ഇത് 3 ടൈപ്പിലുള്ള ഇൻഡോർ സ്ക്രീൻസ് ആണ്. 3 ടൈപ്പാണ്. 3 ടൈപ്പാണ്. ഇത് P4 ആണ്. ഇത് ഈ ഭാഗം P4 ആണ്. ഈ ഒരു കോർണർ ഇത് P3 ആണ്. ഇത് 2.5 ആണ്. P2.5 ആണ്. അപ്പൊ ഇതാണ് നമുക്ക് ഏറ്റവും ഹയസ്റ്റ് റെസൊല്യൂഷൻ കാണിക്കുക. നമ്മുടെ ഡിസ്റ്റൻസ് അനുസരിച്ചിട്ട് ഒരു 2.5 തൊട്ട് ഇപ്പൊ നമുക്ക് 2 ഉണ്ട്, 1.86 ഉണ്ട്. 1ലും താഴേക്ക് പുതിയൊരു ടെക്നോളജിയിൽ 1ലും താഴേക്ക് വരുന്നത്. അപ്പൊ അത്ര അടുത്ത് വരെയും അത് വളരെ ക്ലിയർ ആയിരിക്കും. ഇത് നമ്മൾ ഒരു സ്ട്രക്ചർ ഇൻഡോർ ഫിക്സ് ചെയ്തിരിക്കുന്നത് മൊഡ്യൂൾ ഇൻസ്റ്റലേഷൻ എന്ന് പറയും. നമുക്ക് ഇങ്ങനെ ഒരു മൊഡ്യൂളിൽ നമുക്കിത് മാറ്റി നമുക്കത് മാഗ്നറ്റിക് വെച്ചിട്ടാണ് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇതാണ് അങ്ങനെ നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ തന്നെ ആ ഓരോ മോഡ്യൂളായിട്ട് എടുക്കാന്ന് പറഞ്ഞത്. അത് മാത്രം അങ്ങ് മാറ്റിയാൽ മതി, മൊത്തം മാറ്റേണ്ട കാര്യങ്ങൾ. ഇപ്പൊ നമുക്കൊരു ടിവിയിലൊക്കെ കൂടുതലും മറ്റേ പ്രശ്നം വരും അല്ലേ, ഒരു ഡിസ്പ്ലേ മൊത്തം നമുക്ക് ഓരോ ഇത് മാത്രമായിട്ട് മാറ്റാം. പിന്നെ ഇത് ഒരു പുതിയ ഇപ്പൊ കേരളത്തിലേക്ക് വെച്ച് നോക്കുമ്പോൾ പുതിയ കൺസെപ്റ്റ് ആണ്. ഇപ്പൊ ഇവിടെ അധികം പ്ലേയേഴ്സ് ഉണ്ടോ, ഇപ്പൊ അധികം കോമ്പറ്റീഷൻ നമുക്ക് ആയിട്ടുണ്ടോ ഇതിന്? അതോ നമ്മളൊരു മൊണോപോളി പോലെയാണ്? മൊണോപോളി അല്ല. മൊണോപോളി ആണെങ്കിൽ സർവീസ് കൊടുക്കൂല. കാരണം നമ്മളൊരു മൊണോപ്പൊളി അല്ല, നമ്മളൊരു ഹെൽത്തി പ്ലെയർ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഞങ്ങളുടെ ഒരു മോട്ടോ എന്നുള്ളത് വി ആർ നോട്ട് സെല്ലിംഗ് ദ പ്രൊഡക്ട്സ്, വി ആർ സെല്ലിംഗ് ദ സൊല്യൂഷൻസ്. നമ്മളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ സൊല്യൂഷൻസ് ഒരു കസ്റ്റമറിന് കൊടുത്തെങ്കിൽ മാത്രമേ, ഇപ്പൊ കസ്റ്റമർ ഇത് മേടിക്കാൻ വന്നു കഴിഞ്ഞാൽ വി ആർ ആസ്കിങ് നിങ്ങൾ എന്തിനു വേണ്ടി ഇത് മേടിക്കുന്നു സാർ, എന്തൊക്കെയാണ് ഇതിന്റെ, നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു വീഡിയോ പ്രസന്റേഷൻ, നമുക്കൊരു വീഡിയോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവരൊരു വീഡിയോ ഉണ്ടാക്കി കസ്റ്റമറെ കാണിക്കുക, ഇത് എങ്ങനെയാണ്, ഇത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ കാണിച്ചതിന് ശേഷം ഇതിന്റെ സാധ്യതകളും അഡ്വാൻറ്റേജും എല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം that's what I'm saying, we sell the solutions, not the product. അപ്പോ അനില് ഇങ്ങനെ ഇവിടെ വരാൻ പറ്റിയെങ്കിൽ അനിൽ വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത് വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ ഇങ്ങനെ ഒരു അവസരം തന്നതിന് പ്രത്യേകം നന്ദി പറയണു. അതുകൂടാതെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൂടെ എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ഇത് കാണുന്ന എല്ലാവർക്കും ഒരു ഓപ്ഷൻസ് ആണിത്. കാരണം പുതിയ ടെക്നോളജി, പുതിയ സിസ്റ്റം വരാനെല്ലാവും. നമുക്ക് കിട്ടുന്നൊരു നമ്മുടെ ഇൻഡോർ പ്ലേസിലാവാം, ഔട്ട്ഡോറിലാവാം, നമുക്ക് അതിൻ്റെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നോക്കണം. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും അനിലെ കോൺടാക്ട് ചെയ്യാം. അനിൽ പറഞ്ഞു, അനിലൊരു നോട്ട് ഓൺലി ഫോർ സെയിൽ, ഒരു സൊല്യൂഷൻ കൊടുക്കുന്ന ഒരാളാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും അനിലിനോട് ചോദിക്കാം. ഞാനിതിൽ അനിലിൻ്റെ നമ്പർ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അനിലിനെ നേരിട്ട് വിളിക്കാം, അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എന്തായാലും പ്രത്യേകം ചാനലിന്റെ പേരിലുള്ള നന്ദി അനിലിനെ അറിയിക്കുകയാണ്. അനിലെ ജയമോൻ സർ, താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ് ഹിയർ. സാർ വാലന്റൈൻസ് ഡേ വരികയാണ്. അതെ സാർ, നല്ലൊരു ഗായകനാണെന്ന് എനിക്കറിയാം. അല്ല, നല്ല ഗായകനൊന്നും അല്ല, അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കഴിവാണ്. ഇപ്പൊ പൂമാനമേ എന്നുള്ള പാട്ട് ഒന്ന് പാടി കഴിഞ്ഞാൽ വലിയ സന്തോഷവും. ശരി, അപ്പൊ അനില് പറഞ്ഞ ശരിക്കും ഒരു 4 വരി അതിനു വേണ്ടി പാടാം. പൂമാനമേ ഒരു രാഗമേഘം താ,
ഒരു രാഗമേഘം താ ലയമായി സ്വരമായി ഉയരാൻ അഴകിലെഴും പൂമാനമേ ഒരു രാഗമേഘം താ. ഒരു കണക്കിന് ഒപ്പിച്ച് താങ്ക് യു. Thank you very much.